യുദ്ധം എപ്പോഴും വാക്കുകളുടെയും ആയുധങ്ങളുടെയും ഒരു മത്സരമാണ്. എന്നാൽ ഈ ആയുധങ്ങൾക്കും വാക്കുകൾക്കും ഇടയിൽ അദൃശ്യമാക്കപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെറും ആയുധങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിനല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് മനുഷ്യത്വത്തെ കുരുതി കൊടുക്കുന്ന ഒരു ക്രൂരമായ പ്രൊപ്പഗണ്ട യുദ്ധത്തിനാണ്. ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശത്തെ പ്രതിരോധം എന്ന മനോഹരമായ വാക്കുകൊണ്ട് മൂടിവെക്കുന്നു. മറുവശത്ത് ഈ ചോരക്കളിക്ക് ആയുധവും പണവും നൽകി അമേരിക്ക സമാധാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന അഥവാ IDF പുറത്തിറക്കിയ ചില പ്രചാരണ പോസ്റ്ററുകൾക്ക് പിന്നിലെ പൊള്ളത്തരങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. അവർ കുടുംബങ്ങളെ ലക്ഷ്യമിടുന്നു, നാം ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യമിടുന്നു. അവർ വീടുകളെ ലക്ഷ്യമിടുന്നു, നാം ലോഞ്ചറുകളെ ലക്ഷ്യമിടുന്നു. അവർ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്നു, നാം ഭീകരരെ ലക്ഷ്യമിടുന്നു. കേൾക്കാൻ വലിയ നീതിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ വാക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. പ്രചാരങ്ങൾ എപ്പോഴും മനോഹരമാണ്, എന്നാൽ അതിൽ കൃത്യമായ ലക്ഷ്യങ്ങളുമുണ്ട്, ധാർമ്മികതയുമുണ്ട്. യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ഈ പോസ്റ്ററുകളിലെ വരികളെ തിരുത്തി എഴുതുകയാണ്. ഞങ്ങൾ ഭീകരരെ ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നത് എത്ര എളുപ്പമാണ്. പക്ഷേ തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾക്കടിയിൽ ശ്വാസം മുട്ടി മരിക്കുന്നത് ഫൈറ്റർ ജെറ്റുകളോ ലോഞ്ചറുകളോ അല്ല, അത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്, ഒന്നും അറിയാത്ത സാധാരണ മനുഷ്യരാണ്. ഈ യുദ്ധം തുടങ്ങിയത് തന്നെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടായിരുന്നു. ആ ചോര പുരണ്ട പുസ്തകങ്ങളിൽ അമേരിക്കൻ ആയുധങ്ങളുടെ ഗന്ധമുണ്ട്. വിദ്യാലയങ്ങൾ ലക്ഷ്യമിടുമ്പോൾ, വീടുകൾ തകർക്കപ്പെടുമ്പോൾ, ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികൾ കത്തിയമരുമ്പോൾ അവിടെ പൊലിയുന്നത് ആരുടെ ജീവനാണ്? ആ വേദന ആരുടെ വീട്ടിലേക്കാണ് ചേക്കേറുന്നത്? യുദ്ധത്തിന് സ്വന്തമായൊരു ഭാഷയുണ്ട്. അവിടെ ബോംബുകൾക്ക് ഭീകരനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. ഞങ്ങൾ ഭീകരരെ ലക്ഷ്യമിടുന്നു എന്ന വാചകം യുദ്ധഭൂമിയിലെ പൊടിപടലങ്ങളിൽ തകർന്നു വീഴുകയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ചോര വീണ മണ്ണിൽ നിന്നുകൊണ്ട് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് നമുക്ക് ഈ നാശത്തെ ന്യായീകരിക്കാൻ കഴിയുക? ഗസയിലും സമാനമായ അനുഭവങ്ങൾ നാം കണ്ടതാ. ഓർക്കുക, നിരപരാധികളുടെ രക്തം വീണ ഒന്നിനും ഈ ലോകത്ത് ന്യായീകരണമില്ല. അധികാരത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ കുട്ടികളെ കൊല്ലുന്ന ഒരു യുദ്ധവും നീതിയുക്തമാകില്ല. ഓർക്കുക, പോസ്റ്ററുകളിലെ തിളങ്ങുന്ന അക്ഷരങ്ങൾക്ക് മരിച്ചവരുടെ നിലവിളിയെ മറയ്ക്കാനാകില്ല. അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ നാളെ നിശബ്ദമായേക്കാം, പക്ഷേ ഈ മണ്ണിൽ വീണ ഓരോ തുള്ളി ചോരയും വരും തലമുറകളോട് വിളിച്ചു പറയും, ഇതൊരു പ്രതിരോധമായിരുന്നില്ല, മറിച്ച് ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വംശഹത്യയായിരുന്നു. ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തുക നീതിയുടെ കാവൽക്കാരെന്നല്ല, മറിച്ച് മരണത്തിൻ്റെ വ്യാപാരികളെന്നായിരിക്കും. ഇരകളുടെ ചോര പുരണ്ട നിങ്ങളുടെ ആയുധങ്ങൾക്ക് ലോകത്തൊരിക്കലും സമാധാനം കൊണ്ടുവരാനാകില്ല.